എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞു ചില ആയത്തുകൾ അത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ അവതരിച്ചതാണ്. അഥവാ ഹിജ്റയുടെ സമയത്ത് അവതരിച്ച ചില ആയത്തുകൾ സൂറത്തുൽ ഹജ്ജിലുണ്ട്. എന്നാൽ മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു ഈ സൂറത്ത് മക്കി സൂറത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് തെളിവ് പിടിച്ച എന്താണെന്നറിയും, അവര് മക്കി സൂറത്താണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയും, ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് നോക്കി യാ അയ്യുഹൻ നാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ മക്കി സൂറത്തുകളാണെങ്കിൽ അധികവും യാ അയ്യുഹൻ നാസ് എന്നും മദനി സൂറത്തുകളാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നും ഉപയോഗിക്കും. മനസ്സിലായി വ്യത്യാസം? മക്കി സൂറത്തുകളാണെങ്കിൽ യാ അയ്യുഹൻ നാസ് എന്ന് ഉപയോഗിക്കും, ജനങ്ങളെ എന്ന് പറയും. പക്ഷെ മദനി സൂറത്താണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് മക്കി സൂറത്താണെന്ന് പറയുന്ന ഉലമാക്കൾ തെളിവ് പിടിച്ചത് എന്താണ്, ഇതിൽ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹൻ നാസ്, അതുകൊണ്ട് ഇത് മക്കി സൂറത്താണ് എന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഭൂരിഭാഗം ഉലമാക്കളുടെയും അഭിപ്രായം ചില ആയത്തുകൾ മക്കയിലാണെന്നും ചില ആയത്തുകൾ മദീനയിലാണ് അവതരിച്ചതെന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, അപ്പൊ കുറെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മക്കിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മദനിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ചില ആയത്തുകൾ ഹിജ്റയുടെ സമയത്താണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മക്കി മാത്രമാണ് അതിന് തെളിവും പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഭൂരിഭാഗം ഉലമാക്കളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മക്കിയും മദനിയും കലർന്നിട്ടുള്ള, അഥവാ ചില ആയത്തുകൾ മക്ക കാലഘട്ടത്തിലും ചില ആയത്തുകൾ മദനി കാലഘട്ടത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായവും ഏറ്റവും അധികം ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന് മക്കി മദനിയാണ്, പിന്നെ ഇബാദത്തുകളാണ്, പിന്നെ 2 സുജൂദുകളുണ്ട്. അത് ഏതൊക്കെ സ്വഹാബിമാരെ സ്ഥിരപ്പെട്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഖൗല് കൊണ്ടും ഉമർ റളിയല്ലാഹുവിന്റെ ചെയ്ത് പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് സൂറത്തുൽ ഹജ്ജിലെ 2 സുജൂദുകൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഭാഗത്ത് എന്ത് ചെയ്യാം, സുജൂദിൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ അവിടെ ചൊല്ലേണ്ട ദുഃഖം എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയം നോക്കാം. ഇനി ഈ സൂറത്ത് ഇറങ്ങാൻ ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന്റെ സമയത്താണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന്റെ സമയത്താണ് സൂറത്ത് അവതരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് പോകുന്ന സമയത്താണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് സ്വഹാബിമാരെ ഓതി കേൾപ്പിച്ചു. മറ്റൊരിക്കലും സ്വഹാബത്ത് കരയാത്ത രൂപത്തിൽ ഈ സൂറത്ത് കേട്ടപ്പോൾ സ്വഹാബാക്കൾ കരഞ്ഞതായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ സൂറത്ത് റസൂൽ ഓതി കേൾപ്പിച്ചപ്പോൾ സ്വഹാബിമാർ മറ്റൊരിക്കലും കരയാത്ത രൂപത്തിൽ എന്ത് ചെയ്തു, ഈ സൂറത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് കരഞ്ഞതായി എന്ത് ചെയ്തിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എത്ര സൂറത്തുകൾ അതിലുണ്ട് നോക്കിക്കേ, എത്ര സൂറത്ത്, എത്ര ആയത്തുകളുള്ളത്? ചെറിയ സൂറത്താ? എത്രയാണ്? 78 അല്ലേ? 78 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് സൂറത്തുൽ ഹജ്ജിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത് ഒന്ന് എന്താണ്? ഹജ്ജ് തന്നെയാണ്. സൂറത്തുൽ ഹജ്ജിലെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ ഒന്നെന്താണ്? ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റു വിഷയങ്ങൾ എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെ പറ്റി പറയുന്നു. ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെ പറ്റി പറയുന്നു. ലോകാവസാനത്തിന്റെ അവസ്ഥകളെ പറ്റി പറയുന്നു. ലോകാവസാനത്തിന്റെ സമയത്തുള്ള അവസ്ഥകളെ പറ്റി എന്ത് ചെയ്യുന്നത് ഈ സൂറത്തുകൾ